കുട്ടികൾ ചിലപ്പോ ഭയങ്കര ധൈര്യമായിട്ട് നമുക്ക് പൊളിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കും. ഈ അധ്യാപകരും കൂടെ വരുന്ന രക്ഷിതാക്കളും ടെൻഷനാക്കി കുട്ടികളെ കൂടി ടെൻഷൻ ആക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവർ സ്റ്റേജിലേക്ക് പോകുമ്പോഴും തിരിച്ചിറങ്ങി വന്നാലും ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും അവരെ ടെൻഷൻ ആക്കരുത്, അവരെ പഴി പറയരുത് എന്നുള്ളതാണ്. അവരവരുടെ മാക്സിമം എടുത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അവരവരുടെ സ്കൂളിലും സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ തന്നെ പ്രകടനം കാഴ്ചവെച്ച് മികച്ച മത്സരാർത്ഥികളായിട്ട് സംസ്ഥാന കലോത്സവത്തിന് എത്തുകയാണ്. എന്ത് തന്നെ ഗ്രേഡ് കിട്ടിയാലും അവർ ഇപ്പോഴേ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതിന്റെ പേരിൽ ഒരു ടെൻഷൻ കുട്ടികൾക്ക് ഉണ്ടാക്കരുത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പ്രതിഷേധങ്ങൾ, സമരങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു കലോത്സവം കായികമേളയൊക്കെ നടക്കുമ്പോൾ അത് ഉണ്ടാവുന്നതാണ്. പക്ഷേ കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ എത്തുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നു. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക, നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങൾ വഴി തർക്കങ്ങളിലൊക്കെ തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ അതെ അതെ, ഏറ്റവും പ്രധാനം അതാണ്. കാരണം അത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ടെൻഷനുകൾക്കൊന്നും സ്ഥലമില്ല, സമയമില്ല. ഓരോ മത്സരങ്ങളും പെട്ടെന്ന് അതിവേഗത്തിൽ തീർക്കുക. അന്നത്തെ ആ ഒരു പരിപാടികളെല്ലാം വളരെ മനോഹരമായി കൃത്യനിഷ്ഠയോടെ തീർക്കുക. അത്തരത്തിൽ തീർക്കാനുള്ള നടപടികളൊക്കെ സർക്കാർ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ടെൻഷൻ ഇല്ലാതെ ഒരു കലോത്സവം ഇല്ല. ഏറ്റവും പ്രധാനം എനിക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വന്ന പോലെ, കാരണം ഇപ്പോൾ ടീച്ചർമാർ നമുക്ക് തരുന്ന ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരായിട്ട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കില്ല, പക്ഷെ അവരുടെ ആ ഒരു പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ വേറെ ടെൻഷൻ തരുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പാടിക്കഴിഞ്ഞെന്ന് വെച്ചോ, നമ്മൾ സ്റ്റേജിൽ കയറി ഇതിറങ്ങി നമ്മൾ ബാക്കി ഉള്ളവരുടെയൊക്കെ കേൾക്കാതിരിക്കുക, സൈഡിൽ നിന്ന് ഒരാൾ നേരെ വന്ന് പറയും, ഓ ഇപ്പൊ പാടുന്ന അടിപൊളിയാ കേട്ടോ, ഇവർക്ക് തന്നെ ഫസ്റ്റ് പോയി. അവിടെ മൊത്തം നമ്മുടെ കാറ്റും പോകുന്ന അവസ്ഥയാണ് ആ സമയത്ത്. അപ്പൊ പിന്നെ നമുക്ക് ടെൻഷൻ, അയ്യോ ഇപ്പൊ ഇവർക്കായിരിക്കുമോ ഫസ്റ്റ്. പിന്നെ ആ ഒരു അവസാനത്തെ പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ. ഈ സമയം വരെ നമ്മുടെ ഉള്ളിൽ തീയ, നമ്മുടെ ആ ഒരു ചെസ് നമ്പർ ആണെന്ന് കേൾക്കുന്ന സമയം വരെ നമുക്ക് ഈ ടെൻഷനാണ്. കാരണം അത്രയും ആൾക്കാരുണ്ട്. കാരണം അവരുടേതായ ഒരു വിലയിരുത്തലുണ്ട്, കാണികളുടെ ഒരു വിലയിരുത്തൽ കേൾക്കണം കേട്ടോ, ഗംഭീരമാണ്. കാരണം ചില കാണികള് അത്രയധികം നന്നായിട്ട് അവർക്ക് ഈ ഒരു ഇനത്തെക്കുറിച്ച് നല്ലോണം അറിയായിരിക്കും. ചിലപ്പോൾ അവർ ആ ഒരു വിലയിരുത്തലായിരിക്കും പറഞ്ഞത്. ചിലർ ചിലപ്പം നേരെ കണ്ടിട്ട് ആ ഒരു പൊലിമ കണ്ടിട്ട് ഇവർക്ക് തന്നെ ഫസ്റ്റ് കണ്ടറിഞ്ഞൂടെ, അത്തരത്തിലുള്ള കുറെ കമന്റുകളൊക്കെ ശ്രദ്ധ പാലിക്കണം. കുട്ടികളെ ടെൻഷൻ ആക്കരുത്. അത്തരത്തിലുള്ള കമന്റുകളാവാം, ധൈര്യത്തിലാവാം. നമ്മൾ അതിന്റെ ഒരു ശബ്ദം ഒന്ന് കുറയ്ക്കണം. കുട്ടികളെ വല്ലാതെ ടെൻഷൻ ആക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരത്തിലുള്ള ടെൻഷനുകളൊക്കെ കാണും. എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇത്തരത്തിലുള്ള ആശങ്കകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓട്ടപ്പാച്ചിലുകളും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ടീച്ചർമാരുടെ ഒക്കെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ ഇനി കാണാം. ഇനി മോഹിനിയാട്ട സമയത്തൊക്കെ ഓടി പോകുന്ന മോഹിനിയാട്ടിയൊക്കെ കാണാം. ഓട്ടം കാണാം, അവരുടെയൊക്കെ ഓട്ടം കാണാം. ചിലപ്പം ഈ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ മോഹിനിയാട്ടം ചെയ്യുന്ന അല്ലെങ്കിൽ ഭരതനാട്യം ചെയ്യുന്ന അതേ മത്സരാർത്ഥിക്ക് അപ്പുറത്ത് ലളിതഗാനം കാണും. ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടായിരിക്കും ലളിതഗാനം പാടുന്നത്. അല്ലെങ്കിൽ ഇപ്പം പദ്യം ചൊല്ലലാണെങ്കിലും അടുത്തതായി MTയുടെ അല്ലെങ്കിൽ ONVയുടെ എന്ന് പറയുമ്പം ഈ ഒരു ഫുൾ കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള രസകരമായ കാഴ്ചകളും ഒക്കെ ഉണ്ട്. നമുക്കതൊക്കെ എല്ലാം കാണാം. കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകരെയും നമ്മൾ അത് സമഗ്രമായി കാണിക്കും എന്നുള്ളതാണ്. സമഗ്ര കവറേജാണ് നമ്മുടെ എല്ലാ വേദികളിൽ നിന്നും. നല്ല ഇനങ്ങളും അല്ലെങ്കിൽ അവരുടെ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അവരുടെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള പുതുമകൾ എന്നുള്ളതെല്ലാം നമ്മൾ ഇനിയുള്ള മണിക്കൂറുകൾ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമല്ല, മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരണം. വരും മണിക്കൂറുകളിലും നമുക്ക് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിലും അടുത്ത ബുള്ളറ്റിനിലൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. തിരിച്ചു വരാം.